തൊടുപുഴയിൽ പി.ജെ. ജോസഫ് പിന്തുടർച്ച ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് അബു ജോൺ ജോസഫ്. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെങ്കിൽ അത് മുൻപേ ആവാമായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയെ ശക്തി കുറച്ച് കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി പി.ജെ. ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫ്. പി.ജെ. ജോസഫിൻ്റെ മകൻ എന്നതിനപ്പുറം ഒരു ഐഡൻറ്റിറ്റി വരികയാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ ഉൾക്കൊള്ളുന്നത്? തീർച്ചയായിട്ടും വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. കാരണം തൊടുപുഴയെ സ്വന്തം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു ജനപ്രതിനിധിയുടെ പിൻഗാമിയായിട്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നു. ഈ തൊടുപുഴയാക്കിയതും ഇടുക്കിയെ മിടുക്കിയാക്കിയതും കേരളത്തിൽ ഇത്രയേറെ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പിൻഗാമി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറെ ഉത്തരവാദിത്തമുള്ള ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പി.ജെ. ജോസഫ് എന്ന പേരിന് മാത്രം വോട്ട് ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയുമോ? തീർച്ചയായിട്ടും പി.ജെ. ജോസഫ് എന്നൊരു വ്യക്തി ആ ബാലറ്റ് പേപ്പറിൽ കാണാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിഷമമുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പി.ജെ. ജോസഫിൻ്റെ പേര് നോക്കി വോട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാനും. ആ ഒരു വിഷമം ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഇന്നൊരു വലിയ ദൗത്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഇപ്പോൾ തൊടുപുഴ മാത്രമല്ല 140 നിയോജക മണ്ഡലങ്ങളും ഇന്ന് വിജയിച്ച് ഈ സംസ്ഥാനത്തെ തിരിച്ചു പിടിക്കുക, ഒരു വലിയ അഗാധ കയത്തിൽ നിന്നും കരകയറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് മുന്നണി നേതാക്കന്മാരും മുന്നണി കക്ഷികളും മുന്നണി പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഈ മേഖലയിലെ എല്ലാ സീറ്റുകളിലും UDFനും നല്ല വിജയസാധ്യതയുണ്ട്. ആ ഒരു വിജയസാധ്യതയിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ. ഈ തൊടുപുഴയിലെ വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? വിഷയങ്ങൾ ഒന്ന് കാർഷിക മേഖലയിലുള്ള വിഷയങ്ങളാണ്, കർഷകർ നേരിടുന്ന വിഷയങ്ങൾ. അതുപോലെ തന്നെ വ്യാപകമായിട്ട് വന്യജീവി ശല്യം ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഈ തൊടുപുഴയിൽ വന്നിരിക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനത്തെ ഇനി തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ ശ്രദ്ധ കേട്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ തൊടുപുഴയെ മാറ്റേണ്ടിയിരിക്കുന്നു. പി.ജെ. ജോസഫിൻ്റെ മകനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്.